കേരളത്തിനുള്ള റെയിൽവേ ബജറ്റ് വിഹിതം 3042 കോടി രൂപയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇത് UPA കാലത്തേക്കാൾ 8 ഇരട്ടിയാണ്. നിലമ്പൂർ നഞ്ചൻകോട് പാത പുരോഗമിക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ പരിഗണനയിലാണെന്നും അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും 100 കിലോമീറ്റർ പരിധിയിലോടുന്ന 50 നമോ ഭാരത് ട്രെയിനുകളും സർവീസ് തുടങ്ങും. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ 67 പൈസ ഇടിഞ്ഞ് 87.29 അമേരിക്കയുടെ പുതിയ നികുതി നയം വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയ്ക്കിടെയാണ് രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞത്. എണ്ണ ഇറക്കുമതിയിൽ ഡോളറിന്റെ ഡിമാൻഡ് കൂടിയതും രൂപയെ ബാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കും. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്ക് ഒഴിവാക്കാൻ KSRTC CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ KSRTCയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പണിമുടക്കിൽ നിന്ന് പിന്മാറില്ലെന്ന് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ K മുരളീധരനെ പാർട്ടിക്കാർ തന്നെ ചതിച്ചുവെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട്. TN പ്രതാപൻ, ജോസ് വള്ളൂർ, അനിലക്കര, MP വിൻസെന്റ് എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞാണ് റിപ്പോർട്ട്. ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ സംഘടനാ തലത്തിൽ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗമുണ്ടായിട്ടും തൃശൂരിൽ K മുരളീധരന്റെ കനത്ത പരാജയത്തിന് വഴിവെച്ചതിൽ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപൻ, DCC അധ്യക്ഷനായിരുന്ന ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാണ് ഉപസമിതി അന്വേഷണത്തിലെ കണ്ടെത്തൽ. മുരളീധരൻ ചതിക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് സിറ്റിംഗ് MP ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന പരസ്യ പ്രസ്താവന നടത്തിയതിലൂടെ സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. വടകര MP ആയിരുന്ന K മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാനുള്ള അപ്രതീക്ഷിതമായ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തൃശൂർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ജോസ് വള്ളൂർ, അനിൽ അക്കര തുടങ്ങിയ നേതാക്കൾക്കെതിരായ KPCC ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ DCCയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറന്നേക്കുമെന്നാണ് സൂചന. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ കണ്ടെത്തുക എന്നതാകും നേതൃത്വത്തിന് മുമ്പിലെ ഇനിയുള്ള വെല്ലുവിളി. രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.